നമസ്കാരം. സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഇൻ്റർനെറ്റ് എന്ന മോഡ്യൂളിലേക്ക് നമുക്ക് കടക്കാം. ഈ മോഡ്യൂളിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റർനെറ്റ് എന്താണെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും ആണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു. സാങ്കേതികവിദ്യ നമ്മുടെ ജീവിതത്തെ വളരെ ലളിതവും വേഗതയുള്ളതുമാക്കി മാറ്റി. ഇൻ്റർനെറ്റിൻ്റെ വികസനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകം. നമ്മൾ എല്ലായ്പ്പോഴും ഇൻ്റർനെറ്റിനെ വെബുമായി ബന്ധപ്പെടുത്തുന്നു. എന്നാൽ പ്രധാനമായും ഇൻ്റർനെറ്റ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെയും ഉപകരണങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമാണ്. ലോകത്തെ 190-ലധികം രാജ്യങ്ങളെ ഇത് ബന്ധിപ്പിക്കുന്നു. മിന്നൽ വേഗതയിൽ ഡാറ്റയും വിവരങ്ങളും സൗജന്യമായി കൈമാറ്റം ചെയ്യാൻ അനുവദിക്കുന്നു. ഈ വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ എങ്ങനെ പ്രവഹിക്കുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക എന്നതാണ് ഇൻ്റർനെറ്റിൻ്റെ അടിസ്ഥാന പ്രവർത്തനം. ഇൻ്റർനെറ്റ് വികേന്ദ്രീകൃതമായതിനാൽ അത് സംഭവിക്കുന്നു. അതായത് ഏതെങ്കിലും നിയന്ത്രണത്തിലല്ല എല്ലാ കമ്പ്യൂട്ടറും ഉപകരണവും ഒരു സ്വതന്ത്ര ഹോസ്റ്റാണ്. മാത്രമല്ല വിവരങ്ങൾ ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇൻ്റർനെറ്റ് വഴി നീങ്ങുന്നു. എന്താണ് ഇൻ്റർനെറ്റ്? കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ആഗോള ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് മിക്കവാറും എല്ലാ വിവരങ്ങളും ആക്സസ് ചെയ്യാനും ലോകത്തിലെ മറ്റാരുമായും ആശയവിനിമയം നടത്താനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. ഒരു കമ്പ്യൂട്ടറിനെ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. ഇതിനെ ഓൺലൈനിൽ പോകുന്നു എന്ന് പറയുന്നു. ഒരു കമ്പ്യൂട്ടർ ഓൺലൈനിലാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ ഇത് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയാനുള്ള മറ്റൊരു മാർഗം കൂടിയാണ്. അടുത്തത് എന്താണ് വെബ് എന്നാണ് പറയുന്നത്. വേൾഡ് വൈഡ് വെബ്, സാധാരണയായി ഹ്രസ്വമായ വെബ് എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ കഴിയുന്ന വ്യത്യസ്ത വെബ്സൈറ്റുകളുടെ ഒരു ശേഖരമാണിത്. അനുബന്ധ വാചകം, ഇമേജുകൾ, മറ്റ് ഉറവിടങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഒരു വെബ്സൈറ്റ്. വെബ്സൈറ്റിന് പത്രത്തിലെ ലേഖനങ്ങൾ അല്ലെങ്കിൽ ടെലിവിഷൻ പ്രോഗ്രാമുകൾ പോലെയുള്ള മറ്റു തരത്തിലുള്ള മാധ്യമങ്ങളോട് സാമ്യമുണ്ടാകാം. അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾക്ക് സവിശേഷമായ രീതിയിൽ അവ സംവേദനാത്മകമാക്കാം. ഒരു വെബ്സൈറ്റിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് എന്തുമാകാം. ഒരു വാർത്താ പ്ലാറ്റ്ഫോം, പരസ്യം, ഓൺലൈൻ ലൈബ്രറി, ചിത്രങ്ങൾ പങ്കിടാനുള്ള ഒരു ഫോറം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സൈറ്റ്. ഒരു ഇൻ്റർനെറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഈ സമയത്ത് നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇൻ്റർനെറ്റ് എങ്ങനെ പ്രവർത്തിക്കും? കൃത്യമായ ഒരു ഉത്തരം വളരെ സങ്കീർണമാണ്. കോപ്പർ ടെലിഫോൺ വയറുകൾ, TV കേബിളുകൾ, ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ എന്നിവ ഉൾപ്പെടുന്ന ഫിസിക്കൽ കേബിളുകളെ ആഗോള ശൃംഖലയാണ് ഇൻ്റർനെറ്റ് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. വൈഫൈ, 3G, 4G പോലെയുള്ള വയർലെസ് കണക്ഷനുകൾ പോലും ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നതിന് ഈ ഫിസിക്കൽ കേബിളുകളെ ആശ്രയിക്കുന്നു. നിങ്ങളൊരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഈ വയറുകളിലൂടെ ഒരു സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കുന്നു. വെബ്സൈറ്റുകൾ സംഭരിക്കുന്ന ഒരു സെർവർ, ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡ്രൈവ് പോലെ പ്രവർത്തിക്കുന്നു. റിക്വസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ സെർവർ വെബ്സൈറ്റ് വീണ്ടെടുക്കുകയും ശരിയായ ഡാറ്റ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നു എന്നത് അതിശയകരമായൊരു കാര്യമാണ്. ഇനി ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗങ്ങൾ. ഇലക്ട്രോണിക് മെയിൽ, റിസർച്ച്, ഫയൽ ഡൗൺലോഡിംഗ്, ഡിസ്കഷൻ ഗ്രൂപ്പ്സ്, ഇൻറ്ററാക്റ്റീവ് ഗെയിംസ്, എഡ്യൂക്കേഷൻ ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഡേറ്റിംഗ്, ഇലക്ട്രോണിക് ന്യൂസ് പേപ്പേഴ്സ്, ജോലി അന്വേഷണം, ഷോപ്പിംഗ്, ഇതെല്ലാം ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗങ്ങളാണ്. ആദ്യമായി ഓൺലൈൻ ബുക്കിങ്ങുകളും ഓർഡറുകളും. ആളുകൾക്ക് എവിടെ നിന്നും നേരിട്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ബസ്സുകൾ, ട്രെയിനുകൾ, ഫ്ലൈറ്റുകൾ എന്നിവയിലുള്ള, അതായത് ആഭ്യന്തരം അല്ലെങ്കിൽ അന്തർദേശീയമായ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് വളരെയധികം എളുപ്പമാക്കി. ആളുകൾക്ക് അവരുടെ നിലവിലെ സ്ഥലം തിരഞ്ഞെടുത്ത് ടാക്സി ബുക്ക് ചെയ്യാൻ കഴിയും. മാത്രമല്ല നിർദ്ദിഷ്ട സ്ഥലത്ത് ഇറക്കുകയോ എടുക്കുകയോ ചെയ്യും. ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള നീണ്ട നിരയിൽ കാത്തിരിക്കേണ്ടതില്ല. അടുത്തതായി ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ്. മിക്ക രാജ്യങ്ങളും പണരഹിത ഇടപാടുകളും ഡിജിറ്റൽ പേയ്മെൻറ്റുകളും പ്രോത്സാഹിപ്പിക്കുന്നു. കൂടുതൽ പണം കൊണ്ടുപോകാതിരിക്കാൻ ഇത് ആളുകളെ സഹായിക്കുന്നു. POS ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആളുകൾക്ക് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ വഴി ബില്ലുകൾ അടയ്ക്കാം. ഈ ഉപകരണങ്ങൾ ഇൻ്റർനെറ്റിലെ പേയ്മെൻറ്റ് ഗേറ്റ്വേയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു.
അടുത്തതായി വിദ്യാഭ്യാസം. ഇന്നത്തെ മിക്ക ഉപകരണങ്ങളും ഇൻ്റർനെറ്റ് വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഏത് വിഷയത്തിലും വിശാലമായ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൻ്റെ ലഭ്യത ഇൻ്റർനെറ്റിനുണ്ട്. ഇൻ്റർനെറ്റിലൂടെ കുറച്ച് മിനിറ്റ് ചെലവഴിച്ചുകൊണ്ട് ആളുകൾക്ക് പ്രസക്തമായൊരു വിഷയം പഠിക്കാനായി സാധിക്കും. പ്രസക്തമായ പഠന സാമഗ്രികൾ വേഗത്തിൽ കണ്ടെത്തുവാൻ ആളുകളെ ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിനുകൾ സഹായിക്കുന്നു. കൂടാതെ ലോകത്തെവിടെയും വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യാപകരുമായോ പ്രൊഫഷണലുകളുമായോ കണക്ട് ചെയ്യാനാവുന്ന വീഡിയോ കോൺഫറൻസിങ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനായി ഇൻ്റർനെറ്റ് അവരെ പ്രാപ്തമാക്കി. അടുത്തതായി ഓൺലൈൻ ബാങ്കിങ് ആൻഡ് ട്രേഡിംഗ്. ഇൻ്റർനെറ്റ് ആരംഭിച്ചതിന് ശേഷം ബാങ്കിങ് രീതി മാറി. വീട്ടിലിരിക്കുമ്പോഴോ വിദേശ യാത്ര ചെയ്യുമ്പോഴോ ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓൺലൈനായി. ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ സഹായത്തോടെ ആളുകൾക്ക് സുരക്ഷിതമായ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് പണം കൈമാറാനും അവരുടെ ATM പിന്നുകൾ മാറ്റാനും ഫിസിക്കൽ അല്ലെങ്കിൽ വെർച്വൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപേക്ഷിക്കാനും ക്രെഡിറ്റ് കാർഡ് പരിധി അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം സാധിക്കും. അടുത്തതായി റിസർച്ച്. ഗവേഷണ രംഗത്ത് ഇൻ്റർനെറ്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്തിനെക്കുറിച്ചും വിവരങ്ങൾ അന്വേഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആവശ്യമുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിന് ആളുകൾക്ക് റെഫറൻസുകൾക്കായി നൂറുകണക്കിന് പുസ്തകങ്ങളിലൂടെ പോകേണ്ടി വന്നു. എന്നിരുന്നാലും ഇൻ്റർനെറ്റ് ഇത് വളരെയധികം എളുപ്പമാക്കി. അടുത്തതായി തത്സമയ അപ്ഡേറ്റുകൾ. ലോകമെമ്പാടും സംഭവിക്കുന്ന കാര്യങ്ങൾ പിന്തുടരാൻ ഇൻ്റർനെറ്റ് ആളുകളെ സഹായിക്കുന്നു. രാഷ്ട്രീയം, ചരിത്രം, വാർത്തകൾ, ജിയോളജി, ഒഴിവ് സമയം, സ്പോർട്സ്, ടെക്നോളജി, മാർക്കറ്റിംഗ് എന്നിവയും അതിലേറെയും പോലെയുള്ള വിവിധ വിഭാഗങ്ങളെക്കുറിച്ചുള്ള തത്സമയ അപ്ഡേറ്റുകൾ നിരവധി വാർത്താവിവര വെബ്സൈറ്റുകൾ നൽകുന്നു. അടുത്തതായി അഡ്വർടൈസിംഗ്. മിക്ക ആളുകളും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിനാൽ എന്തെങ്കിലും പരസ്യം നൽകുന്നതിനുള്ള മികച്ച മാർഗമാണിത്. പണമടച്ചുള്ള പ്രമോഷനും സൗജന്യ പ്രമോഷനുമായി ഓപ്ഷനുകളുണ്ട്. ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ ഓൺലൈനായി പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കുന്ന നിരവധി പരസ്യ പ്ലാറ്റ്ഫോമുകൾ ഇൻ്റർനെറ്റിലുണ്ട്. എന്നിരുന്നാലും ഓൺലൈൻ ഗ്രൂപ്പുകളോ കമ്മ്യൂണിറ്റികളോ സൃഷ്ടിക്കുന്നതിനും സൗജന്യമായി പരസ്യം ചെയ്യുന്നതിനും ഒരാൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. അടുത്തതായി നാവിഗേഷൻ. ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും പ്രയോജനകരമായ ഉപയോഗങ്ങളിലൊന്നാണ് നാവിഗേഷൻ. ഉപയോക്താവ് ഓൺലൈൻ മാപ്പുകളിൽ, ഗൂഗിൾ മാപ്പുകളിൽ സ്ഥാനം നൽകിയാൽ അത് ആ സ്ഥലത്തെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും നൽകുന്നു. ഉപയോക്താക്കൾക്ക് ആ പ്രത്യേക സ്ഥലം സന്ദർശിക്കാനുള്ള മികച്ച റൂട്ട് പോലും കണ്ടെത്താനായി സാധിക്കും. ലൊക്കേഷനുകൾ തമ്മിലുള്ള ദൂരം മാപ്പ് നൽകുന്നു. അടുത്തതായി ഫയൽ ട്രാൻസ്ഫർ. സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ തമ്മിലുള്ള ഫയൽ കൈമാറ്റം ഇൻ്റർനെറ്റ് എളുപ്പമാക്കി. FTP ഉപയോഗം ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ സുരക്ഷിതമായി കൈമാറാനായി സഹായിക്കുന്നു. രണ്ട് പങ്കാളികൾക്കിടയിൽ വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് FTP. ഈ രീതി ഇപ്പോഴും വളരെ ജനപ്രിയവും ഉപയോഗത്തിലുള്ളതുമാണ്. ഇ-കൊമേഴ്സ്. ഇൻ്റർനെറ്റ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിൽ മാത്രം പരിമിതപ്പെടുത്തുന്നില്ല. ഉൽപ്പന്നങ്ങൾ വിൽക്കാനും ഇവ ഉപയോഗിക്കാം. പല ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളും ബിസിനസ്സുകളെയും വ്യക്തികളെയും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുവദിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ഇ-കൊമേഴ്സ് കമ്പനികൾ വാങ്ങുന്നു, അവരുടെ വെയർഹൗസുകളിൽ സംഭരിക്കുന്നു, ബ്രാൻഡ് പാക്കേജ് ചെയ്യുന്നു, സ്വയം വിതരണം ചെയ്യുന്നു. ഇ-കൊമേഴ്സ് കമ്പനികൾ ഉപയോക്താക്കൾക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ചില കമ്മീഷൻ ഏർപ്പാടാക്കുന്നു. കൂടാതെ അവർ ഉപയോക്താക്കൾക്ക് മികച്ച കിഴിവുകളും ഓഫറുകളും വാഗ്ദാനം ചെയ്യുന്നു. അടുത്തത് എൻ്റർടൈൻമെൻറ്റ് അഥവാ വിനോദം. വിനോദത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഇൻ്റർനെറ്റ്. സിനിമകൾ കാണുക, പാട്ടുകൾ കേൾക്കുക തുടങ്ങിയ ആളുകൾക്ക് ശ്രമിക്കാവുന്ന വിവിധ ഓപ്ഷനുകൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ആളുകൾക്ക് അവരുടെ വീഡിയോകൾ, പാട്ടുകൾ, ചിത്രങ്ങൾ എന്നിവ ഓൺലൈനിൽ മറ്റുള്ളവരുമായി പങ്കിടാനായി സാധിക്കും. അടുത്തതായി സഹകരണം. ഇൻ്റർനെറ്റ് കാരണം ആശയവിനിമയം ഏറ്റവും എളുപ്പവും മികച്ചതുമായി മാറി. ടെക്സ്റ്റിംഗ്, കോളിംഗ് അല്ലെങ്കിൽ വീഡിയോ കോളിംഗ് ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൂടെ ആരുമായും എളുപ്പത്തിൽ കണക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ജനങ്ങൾക്ക് പുതിയ സഹകരണ അവസരങ്ങൾ സൃഷ്ടിച്ചു. ഗ്രൂപ്പ് ചർച്ചകളും മീറ്റിങ്ങുകളും സൃഷ്ടിക്കാൻ ആളുകളെ സഹായിക്കുന്ന നിരവധി ഓൺലൈൻ ചാറ്റ് സോഫ്റ്റ്വെയറുകളും വെബ്സൈറ്റുകളും ഉണ്ട്. കൂടാതെ ഒരേ പ്രൊജക്റ്റിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ആളുകളെ വാഗ്ദാനം ചെയ്യുന്ന
നിരവധി ക്ലൗഡ് അധിഷ്ഠിത സോഫ്റ്റ്വെയറുകളും വെബ്സൈറ്റുകളും ഉണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് അവരുടെ പ്രത്യേകതകൾ എളുപ്പത്തിൽ കണക്ട് ചെയ്യാനും പിന്തുണയ്ക്കാനും കഴിയും. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ലോകമെമ്പാടുമുള്ള ആളുകളെ ബന്ധിപ്പിച്ചു. സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ആളുകൾക്ക് എന്തിനെക്കുറിച്ചും വിവരങ്ങളും ചിന്തകളും ആശയങ്ങളും പങ്കിടാൻ കഴിയുന്ന സാമൂഹിക ഗ്രൂപ്പുകൾ രൂപീകരിക്കാനുള്ള കഴിവ് ലഭിച്ചു. ഈ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് ആളുകൾ ഒന്നും നൽകേണ്ടതില്ല എന്നതാണ് ഏറ്റവും മികച്ച കാര്യം. അടുത്തതായി ഇലക്ട്രോണിക് മെയിൽ. ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ പ്രധാന ഉപയോഗങ്ങളിലൊന്നാണ് ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ. ഇൻ്റർനെറ്റിലെ ആളുകൾക്കിടയിൽ വേഗത്തിൽ ആശയവിനിമയം നടത്താൻ ഇമെയിൽ പ്രാപ്തമാക്കി. ഇമെയിൽ ഉപയോഗിച്ച് ആളുകൾക്ക് വിവരങ്ങൾ, ഇമേജുകൾ, ഓഡിയോ ഫയലുകൾ, വീഡിയോ ഫയലുകൾ, മറ്റു തരത്തിലുള്ള ഫയലുകൾ എന്നിവ വേഗത്തിൽ പങ്കിടാനായി സാധിക്കും. അടുത്തതായി ജോലി അന്വേഷണം. ഒരു ജോലി നേടുന്നത് മുൻപത്തേക്കാളും വളരെ എളുപ്പമാണ്. ഏതൊരു വ്യക്തിക്കും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പ്രസക്തമായ തൊഴിൽ വിവരങ്ങൾ കാണാൻ സാധിക്കും. നേരത്തെ ഒരു സ്ഥാനം ഒഴിഞ്ഞോ ഇല്ലയോ എന്നറിയാൻ ആളുകൾക്ക് ഓരോ കമ്പനികളിലൂടെ വ്യക്തിഗതമായി പോകേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി വീട്ടിലിരുന്ന് തൊഴിൽ കണ്ടെത്താൻ ഇൻ്റർനെറ്റ് പ്രാപ്തമാക്കി. ഇതാണ് ഇൻ്റർനെറ്റിൻ്റെ വിവിധ സേവനങ്ങൾ. ഇനി ഇൻ്റർനെറ്റ് സേവനങ്ങളുടെ തരങ്ങളാണ് പറയുന്നത്. കാറ്റഗറീസ് ഓഫ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇൻ്റർനെറ്റ് സർവീസ്. അതിൽ ആദ്യത്തേത് ഡയലപ്പ് സർവീസാണ്. ഇത് പൊതുവെ മന്ദഗതിയിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷനാണ് ഡയലപ്പ്. ഇൻ്റർനെറ്റ് നിങ്ങളുടെ ഫോൺ ലൈൻ ഉപയോഗിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ഒന്നിലധികം ഫോൺ ലൈനുകൾ ഇല്ലെങ്കിൽ ലാൻഡ് ലൈനും ഇൻ്റർനെറ്റും ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയില്ല. രണ്ടാമത്തേത് ഡി എസ് എൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷനാണ്. ഇത് ഡയലപ്പിനേക്കാൾ വേഗത്തിലാണ്. ഒരു ഫോൺ ലൈൻ വഴി DSL ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് വീട്ടിലൊരു ലാൻഡ് ലൈൻ ആവശ്യമില്ല. ഡയലപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ സമയം ഇൻ്റർനെറ്റും ഫോൺ ലൈനും ഉപയോഗിക്കാൻ സാധിക്കും. മൂന്നാമതായി കേബിൾ TV വഴി ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇത് ലഭിക്കുന്നതിന് നിങ്ങൾക്ക് കേബിൾ TV ആവശ്യമില്ലെങ്കിലും ഇതൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉപയോഗിക്കുന്നു. ഇത് ഡയലപ്പ് DSL സേവനങ്ങളെക്കാൾ വേഗതയുള്ളതാണ്. എന്നിരുന്നാലും കേബിൾ TV ലഭ്യമാകുന്നിടത്ത് മാത്രമേ ഇത് ലഭ്യമാകൂ. നാലാമതായി സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റ് കണക്ഷൻ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്നു. പക്ഷേ കേബിൾ അല്ലെങ്കിൽ ഫോൺ ലൈനുകൾ ആവശ്യമില്ല. ഇത് ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹങ്ങളിലൂടെ ഇൻ്റർനെറ്റിലേക്ക് ബന്ധിപ്പിക്കുന്നു. തൽഫലമായി ലോകത്തെവിടെയും ഇത് ഉപയോഗിക്കാൻ സാധിച്ചേക്കും. അഞ്ചാമതായി 3G and 4G. 3G 4G സേവനം മൊബൈൽ ഫോണുകളിലാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളുടെ ISPയുടെ നെറ്റ്വർക്ക് വഴി വയർലെസ്സായി ബന്ധിപ്പിക്കുന്നു. എന്നിരുന്നാലും ഈ തരത്തിലുള്ള കണക്ഷനുകൾ എല്ലായ്പ്പോഴും DSL അല്ലെങ്കിൽ കേബിൾ പോലെ വേഗതയുള്ളതല്ല. മിക്ക ബ്രോഡ്ബാൻഡ് പ്ലാനുകളിലും അങ്ങനെയല്ല. ഓരോ മാസവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡാറ്റയുടെ അളവും അവ പരിമിതപ്പെടുത്തും. ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഉദാഹരണം, ഓൺലൈൻ ട്രാൻസാക്ഷൻ യൂസിങ് ഗൂഗിൾ പേ. ഒരു ഗൂഗിൾ പേ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ എളുപ്പത്തിൽ നടത്താനായി സാധിക്കും. ഈ മോഡ്യൂളിൽ നമ്മൾ ഇൻ്റർനെറ്റ് എന്താണെന്നും ഇൻ്റർനെറ്റിൻ്റെ വിവിധ ഉപയോഗങ്ങൾ എന്താണെന്നും അവസാനമായി ഇൻ്റർനെറ്റിൻ്റെ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്.